എല്ലാവർക്കും പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതിൽ 2 ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, പി ടി ആൻഡ് പി എസ് ആർ ടാൻജൻസ് ഓഫ് എ സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് ഒ. Angle SPT is equal to 60 degree. Find the measure of angle SOT. Find the measure of angle POT. അപ്പോൾ ഇതാ ഫൈൻഡ് ദ മെഷർ ഓഫ് SOT. ഇതൊരു സർക്കിളാണ്. അതിൽ അതായത് സർക്കിളിൽ നിന്ന് സെൻറ്ററിൽ നിന്ന് ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തി അതിൽ നിന്ന് 2 ടാൻജൻസ് വരച്ചിട്ടാണ്. സർക്കിളിൻ്റെ പുറത്ത് നിന്ന് 2 ടാൻജൻസ് വരക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവ തമ്മിലുള്ള ബന്ധം എന്താണ്? അതായത് ഈ 2 അതായത് ആംഗിൾ ഒയും ആംഗിൾ പിയും പാടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം? 180. അപ്പോൾ SPT എന്ന് പറയുന്നത് ആംഗിൾ SPT 60 ഡിഗ്രി ആണെങ്കിൽ, ഇതിവിടെ 60 ഡിഗ്രിയും തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ്റെ. 60 ഡിഗ്രി ആണെങ്കിൽ ഈ O പറയുന്നത് SOT എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? അതിലെ 2ഉം പാടെ കൂട്ടിയ 180 ആണ്. അപ്പോൾ ഇവിടെ 180 - 60 ചെയ്താൽ ഇവിടെ എത്ര കിട്ടും? മൊത്തത്തിൽ 120. ഇവിടെ 120 ഡിഗ്രി. അതായത് ഒന്നാമത്തേൻ്റെ ആൻസർ ആംഗിൾ, ഒന്നാമത്തെ 7 ക്വസ്റ്റ്യൻ ആംഗിൾ SOT ആംഗിൾ SOT എത്ര ഡിഗ്രി ആയിരിക്കും? 120 ഡിഗ്രി. ഇതും പാടെ കൂട്ടിയാൽ 180 കിട്ടണം. അപ്പോൾ ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ 180 - 60 120. ആംഗിൾ POT എത്ര? ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ POT. അതായത് ഇത് രണ്ടും ഈ ലൈന് ഇത് എത്രയാണോ ആംഗിൾ ഉള്ളത് അതിനെ 2ആയിട്ട് വിഭജിക്കുന്നതാണ്, 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പകുതി ആയിരിക്കും, 120ൻ്റെ പകുതി ആയിരിക്കും ഇവിടെ 60. ഇവിടെയും എന്തിൻ്റെ വരും? 60. നമ്മളോട് ചോദിച്ചത് ആംഗിൾ POT. അപ്പോൾ ബിയുടെ ആൻസർ ആംഗിൾ POT = 120ൻ്റെ പകുതി 60 ഡിഗ്രി. അപ്പോൾ അതിന് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇത് 2023 ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതായത് ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ PQR ടച്ചസ് സർക്കിൾ അറ്റ് ദ പോയിൻറ്റ്സ് A, P ആൻഡ് C. PQ 10 cm, PR 4 cm. What is the length of CR? What is QB plus PC? അതായത് ഇതാ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതാണ് ഫിഗർ. അപ്പോൾ ഒരു ട്രയാങ്കിള് സർക്കിൾ ഉണ്ട്. സർക്കിളിലെ ABC എന്ന് പറയുന്ന പോയിന്റ് ഇതാ ഇതിൽ ടച്ച് ചെയ്തിട്ടാണ് പോകണുള്ളത്. ഈ ട്രയാങ്കിളിൽ ടച്ച് ചെയ്തിട്ട് പോണതാണ്. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ ആൻസർ കണ്ടെത്തുക? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് CR? അത് മൊത്തം PQ എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. BR നമുക്കിവിടെ 4 ആണ്. അപ്പോൾ CR നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ A ആണ് വന്നെങ്കിൽ, അതായത് ഈ ടാൻജൻസ് ടച്ച് ചെയ്യുന്ന ഭാഗങ്ങൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇത് A ആണെങ്കിൽ ഇതും എന്തുതന്നെയായിരിക്കും? A ആണ്. ഇവിടെ B ആണെങ്കിൽ ഇവിടെ B തന്നെയാണ്. ഇവിടെ C ആണെങ്കിൽ ഇവിടെ C തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മളിത് കണ്ടുപിടിക്കുക. ഇവിടെ 4 സെൻറ്റിമീറ്റർ, BR 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ CRും എന്തുതന്നെ വരിക? 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒന്നാമത്തേൻ്റെ ആൻസർ എന്താണ്? CR എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? എയുടെ ആൻസർ CR എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണ്. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ QB പ്ലസ് PC? QB നോക്കാം. നമുക്ക് ആ വശം അറിയില്ല, അവിടെ അറിയാതെ നമ്മൾ X കൊടുക്കുകയാണ്. ഇത് X കൊടുത്താൽ ഈ QA എന്ന് പറയുന്നതും എന്തുതന്നെയാണ്? X ആണ് അല്ലേ. അപ്പോൾ ബാക്കി PA ഇത് മൊത്തം 10 ആണ്. അപ്പോൾ ഇവിടുന്ന് X പോയാൽ ഇത് എത്ര ആയിരിക്കും? 10 - X. ഇത് 10 - X വന്നാൽ ഇതും PC എന്ന് പറയുന്നതും 10 - X ആണ് വരിക. അപ്പോൾ നമ്മളോട് ചോദിച്ചുള്ളത് B എന്ന് പറയുന്നത് QB പ്ലസ് PC എന്നാണ് അല്ലേ. QB പ്ലസ് PC ആണ്. QB എഴുതാം. QB എത്രയാണ്? QB X ആണ്. അപ്പോൾ X പ്ലസ് PC ആണ്. PC എത്രയാണ്? 10 - X. 10 - X. ഒരു പ്ലസ് മൈനസ് ആണ് X വരിക, ക്യാൻസലായി പോകും. ബാക്കി എത്ര വരിക? 10. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരിക? 10. അപ്പോൾ QB പ്ലസ് PC എന്ന് പറയുന്നത് എത്രയാണ്? 10
സെൻറ്റിമീറ്റർ. ഇനി അടുത്തത് ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ പി ക്യു ആർ. ട്രയാങ്കിൾ പി ക്യു ആറിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുക. ദാ ഈ പി ക്യു ആർ എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ വശം പാടും കൂട്ടി എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാ വശം ഒന്ന് കൂട്ടി എഴുതാം. എ ബി സി, അടുത്ത സി ക്വസ്റ്റ്യൻ കേട്ടോ. പെരിമീറ്റർ ഓഫ് ദ പി ക്യു ആർ, ട്രയാങ്കിൾ പി ക്യു ആർ. അപ്പോൾ എല്ലാ വശവും എന്താണ്? ക്യു ആർ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 4 അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് 4 പ്ലസ്, ഇനി ഈ വശം എടുക്കാം, 4 പ്ലസ് എന്താണ് 10 മൈനസ് എക്സ്, ഈ വശം പ്ലസ് എക്സ് പ്ലസ് 10 മൈനസ് എക്സ്. ഇനി ഇതിലത്തെ എല്ലാം കൂടി ഒന്ന്, ഒരു എക്സ് ഉണ്ട്, ഒരു പ്ലസ് എക്സ് ഒരു മൈനസ് എക്സ് ക്യാൻസലായിപ്പോയി. പിന്നെ വീണ്ടും ഒരു പ്ലസ് എക്സ് ഒരു മൈനസ് എക്സ് വീണ്ടും ക്യാൻസലായിപ്പോയി. ഇനി ബാക്കി 10 പ്ലസ് 10 20 പ്ലസ് 4 പ്ലസ് 4, അപ്പോൾ എത്ര? 28. ടോട്ടൽ എത്ര കിട്ടുക? പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 28 സെൻറ്റിമീറ്റർ. ഇനി അടുത്ത ചോദ്യം, അപ്പോൾ പെരിമീറ്റർ കിട്ടി 28 സെൻറ്റിമീറ്റർ. ഇനി ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് പെരിമീറ്റർ 28 സെൻറ്റിമീറ്റർ ആൻഡ് റേഡിയസ് ഓഫ് ദ ഇൻസർക്കിൾ ഇൻ 2 സെൻറ്റിമീറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. റേഡിയസ് ഓഫ് ദ ഇൻസർക്കിൾ, അന്തർവൃത്ത ആരമാണ് തന്നിട്ടുള്ളത്. അങ്ങനെ തരുമ്പോൾ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. റേഡിയസ് ഇൻസർക്കിളിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. അത് വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് അത് ആർ ഇസ് ഈക്വൽ ടു എന്താണ്? എ ബൈ എസ് ആണ്. ഏരിയ ബൈ പെരിമീറ്റർ ബൈ 2 ആണ് എസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആദ്യം ഇതിൻ്റെ, നമുക്ക് വേണ്ടതിൽ ഏരിയയാണ്. അപ്പോൾ ഏരിയ എങ്ങനെയാണ് വരിക? ഏരിയ ഇസ് ഈക്വൽ ടു, എ പറഞ്ഞാൽ ഏരിയയാണ്, ഏരിയ. അപ്പോൾ ഇതെന്താ? ആർ ഇൻറ്റു ഇത് എന്താ ബൈ ചെയ്യണം. അപ്പോൾ ഇതെന്തായിട്ട് മാറും? മൾട്ടിപ്ലിക്കേഷനായിട്ട് മാറും. അതായത് ആർ ഇൻറ്റു എസ് എന്നായിട്ട് മാറും. നമുക്ക് എസ് അറിയില്ല, നമുക്കത് കണ്ടുപിടിക്കുക. പെരിമീറ്റർ ബൈ 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എസ് ഈസ് ഈക്വൽ ടു പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ഇവിടെ കണ്ടുപിടിച്ച് വെച്ച് 28 അല്ലേ. 28 ബൈ 2 ഈസ് ഈക്വൽ ടു 14. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എസ് ഈസ് ഈക്വൽ ടു 14. പിന്നെ അവിടുത്തെ ആർ ഈസ് ഈക്വൽ ടു എത്രയാണ് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്? 2 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കൊടുക്കുകയാണെ, അതായത് ഏരിയ സമം ആർ ഇൻറ്റു എസ് ആണ് അല്ലേ. അപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ 14 ഇൻറ്റു 2 തന്നെ കിട്ടും 28. ഏരിയയാണ് SQCM അഥവാ സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നാണ് ആൻസർ. അപ്പോൾ ഇതുപോലത്തെ ഇത് മുൻവർഷം വന്ന ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് എക്സാം വരുന്നതിന് മുന്നേ ഇതൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും എക്സാമിന് വരിക. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കി പഠിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.